പറയുക നബിയെ, പിന്നെ ഏത് വീടാണ്, പിന്നെ ഏത് വീടാണ് നബിയെ? ബറക്കത്തുള്ള വീടിനെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയുകയാണ്, പിന്നെ ഒരു വീടുണ്ട് സ്വഹാബാ, അല്ലാഹുവിന്റെ ബറക്കത്ത് തിളങ്ങുന്ന ഏറ്റവും നല്ല സുന്ദരമായ ഭവനത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്. ഒരു സ്വാലിഹായ ഈമാനുള്ള പെണ്ണുള്ള ഭവനമുണ്ടല്ലോ, അത് ബറക്കത്തുള്ള ഭവനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. കൃത്യമായി നമസ്കരിക്കുന്ന പെണ്ണുള്ള ഭവനമില്ലേ സ്വഹാബാ? കൃത്യമായി നോമ്പെടുക്കുന്ന പെണ്ണുള്ള ഭവനമുണ്ടല്ലോ, ഉമ്മയെ ആദരിക്കുന്ന, വാപ്പയെ ബഹുമാനിക്കുന്ന, ഭർത്താവിനെ സ്നേഹിക്കുന്ന, പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉമ്മയെ വാപ്പയെ സ്വന്തം ഉമ്മയെ പോലെ വാപ്പയെ പോലെ സ്നേഹിക്കാൻ കഴിവുള്ള പ്രിയപ്പെട്ട പെണ്ണ് താമസിക്കുന്ന ഭവനമില്ലേ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് ആ കുടുംബത്തിന്റെ ഒരു വിളക്കായി, പ്രകാശമായി, കഥാവിളക്കായി നിലനിൽക്കുന്ന ഈമാനുള്ള പെണ്ണ് താമസിക്കുന്ന ഭവനമില്ലേ? ആ ഭവനം അല്ലാഹുവിന്റെ ബറക്കത്തുള്ള ഭവനമാണ് സ്വഹാബാ. ആ ഭവനത്തിൽ അല്ലാഹു വലിയ റഹ്മത്ത് തരുന്നതാണ് സ്വഹാബാ. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, പെണ്ണേ, നിങ്ങളെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്. അല്ലാഹുവിന്റെ പള്ളികൾ ബറക്കത്തുള്ള വീടുകളാ, ഹാഫിളീങ്ങൾ താമസിക്കുന്ന വീട് ബറക്കത്തുള്ള വീടുകളാ, ആലിമീങ്ങൾ താമസിക്കുന്ന വീട് ബറക്കത്തുള്ള വീടുകളാ, ഉസ്താദുമാര് മുതഅല്ലിമീങ്ങൾ താമസിക്കുന്ന ഭവനമില്ലേ? ആ ഭവനത്തിന്റെ അകത്ത് അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്നാണ്, റഹ്മത്ത് തരുമെന്നാണ്. അതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പറയുകയാണ്, ഒരു സ്വാലിഹായ പെണ്ണുള്ള വീടുണ്ടല്ലോ, ഒരു സ്വലാഹിയത്തുള്ള ഈമാനുള്ള പെണ്ണുള്ള വീടുണ്ടല്ലോ, സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട പെണ്ണ് ഉണർന്നുകൊണ്ട് തന്റെ ഭർത്താവിനെ, മക്കളെ വിളിച്ചുണർത്തിക്കൊണ്ട് സുബ്ഹി നമസ്കാര ജമാഅത്തായി നമസ്കരിക്കുന്ന, ഒരു ഈമാനിന്റെ സുഹൃതം തുളുമ്പുന്ന, ഒരു ഈമാനിന്റെ പ്രകാശം പരത്തുന്ന പെണ്ണ് താമസിക്കുന്ന ഭവനമുണ്ടല്ലോ. അയൽവാസികളോട് പിണങ്ങിക്കഴിയാത്ത, കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കാത്ത, ഭർത്താവിനോട് ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും പിണങ്ങിക്കഴിയാത്ത, അല്ലാഹുവേ, അങ്ങനെ സ്വലാഹിയത്തുള്ള ഈമാനുള്ള പെണ്ണ് താമസിക്കുന്ന ഭവനമുണ്ടല്ലോ, ആ ഭവനത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, പെങ്ങളെ, നിങ്ങൾ വീടിന് പ്രകാശം ചൊരിയണം. പെങ്ങളെ, നിങ്ങളെ ഭർത്താവ് നിങ്ങളെ വിവാഹം കഴിച്ച് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ആ ഭവനത്തിന് പ്രകാശം ചൊരിയേണ്ട കടമ നിങ്ങൾക്കാണ് പെങ്ങളെ. ആ വീട്ടിൽ ബറക്കത്ത് നൽകുന്ന ബറക്കത്തുള്ള വീടാവണമെങ്കിൽ, ആ വീടുകളിൽ ഒരു പ്രകാശം മണയാതെ നിലനിൽക്കണമെങ്കിൽ, ഉമ്മമാരെ, നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മറന്നു പോവണ്ട. കാറ്റടിച്ചാല് വിളക്കിന്റെ പ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുമല്ലോ. അങ്ങനെ ഉലയാത്ത, ഒരിക്കലും കെടാത്ത ഒരു വിളക്കായി, ഒരു പ്രകാശഗോപുരമായിട്ട് ആ ഭവനത്തിന് നിങ്ങൾ ബറക്കത്തുള്ള ഒരു പെണ്ണായി മാറണമെന്നാണ്. വിളക്കണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുളല്ലേ. നമ്മൾ കത്തിച്ചു വച്ച മണ്ണെണ്ണ വിളക്കൊന്ന് അണഞ്ഞു കഴിഞ്ഞാ, അതിലെ എണ്ണയൊന്ന് തീർന്നു കഴിഞ്ഞാ, അതിലെ തിരിയൊന്ന് അണന്നു പോയാ പിന്നെ അതിന്റെ പരിസരത്ത് ഇരുളല്ലേ. പെങ്ങളെ, നിങ്ങളൊന്ന് അണഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനം മുഴുവനും ഇരുളാണ്. പെങ്ങളെ, നിങ്ങളൊന്ന് അണഞ്ഞു കഴിഞ്ഞാൽ ആ ഭവനത്തിൽ പിന്നെ പ്രകാശം കൊടുക്കാൻ മറ്റൊരാൾക്ക് കഴിയൂല പൊന്നുമോളെ. അതുകൊണ്ട് ഈ അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരോട് പറയുകയാണ്, ഒരുപാട് കടമകളുണ്ട് പെങ്ങളെ, ഒരുപാട് കടപ്പാടുകളുണ്ട് പെങ്ങളെ. ഒരു ഭവനം എങ്ങനെയാണ് പ്രകാശമുള്ള ഭവനമാക്കി മാറ്റേണ്ടത്? എല്ലാ റൂമിലും 3-4 ബൾബുകൾ കത്തിച്ചു വെച്ചാൽ പ്രകാശം കത്തുമല്ലോ ഉസ്താദേ. അങ്ങനെ പ്രകാശിക്കുന്ന വീടാക്കി കൂടെ? അങ്ങനെ പ്രകാശിക്കുന്ന വീടാക്കാം. പക്ഷേ ഒരു പിശാചിന്റെ ശല്യമില്ലാതെ, ഒരു ഇബ്ലീസിന്റെ ശർറില്ലാതെ, അല്ലാഹുവിന്റെ മാലാഖമാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിറപുഞ്ചിരിയോടെ മലക്കുകൾ ദുആ ചെയ്യുന്ന ഈ ദുനിയാവിലെ ബറക്കത്തുള്ള ഭവനമായിട്ട് നിങ്ങളെ ഭവനം
മാറാം, നിങ്ങൾ അതിനൊരു കാരണക്കാരനാവണമെന്ന് ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ. അപ്പൊ പ്രകാശമുള്ള ഒരു വീടായിട്ട് നമ്മുടെ വീട് മാറണം. എങ്ങനെ വീട് പ്രകാശമുള്ളതാവാ? ഇൻഷാ അല്ലാഹ് അതിനാണ് പറയുന്നത്. ഇത് കേൾക്കേണ്ടത് പ്രിയപ്പെട്ട സഹോദരിമാരാണ് വിഷയം കേൾക്കേണ്ടത്. അപ്പോ അത് സഹോദരിമാർക്ക് ഞങ്ങൾ പോവുക, അങ്ങനെയല്ല. പ്രിയപ്പെട്ട ഉപ്പമാരെങ്ങോട്ടും എണീറ്റ് പോകണ്ട, നിങ്ങൾ ശരിക്ക് കേട്ടോളി. എന്നിട്ട് ഇങ്ങനെ നോക്കുക, അറിവിനിലാവ് കേട്ടിട്ട് എന്റെ ഭാര്യ എങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ നല്ല നോക്കിക്കോളി. ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് തിരിച്ചു നോക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞു വരുന്നത് വീട് എങ്ങനെ പ്രകാശമുള്ള വീടാവണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വീട് ഒരു പ്രകാശമുള്ള വീടാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ റൂമിലും 4ഉം 5ഉം ബൾബ് കത്തിച്ചു വെച്ചാൽ പ്രകാശം കിട്ടൂല ഉസ്താദേ. അത് പ്രകാശം കിട്ടും, ആരാ പറഞ്ഞു കിട്ടൂല? അത് കിട്ടും, അത് വേ ഇത് വേ. പക്ഷെ ഈമാനുള്ള ഒരു പ്രകാശം നമ്മുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഒന്ന് നമ്മൾ വുളു എടുത്തിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. അത് നമ്മൾ വിശദീകരിച്ച വിഷയമായതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും മക്കളും വുളു എടുത്ത് കിടന്നുറങ്ങിയാൽ ആ കുടുംബത്തിൽ അല്ലാഹു ഒരു നൂർ നൽകുമെന്നാണ്. നൂർ എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശം അല്ലാഹു നൽകുമെന്നാണ്. അപ്പൊ വീടിന്റെ പ്രകാശം കിട്ടാൻ വേണ്ടി സഹോദരിമാര് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അൽഹംദുലില്ലാഹ് വുളു എടുത്തിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. ഇത് സഹോദരിമാർ ശ്രദ്ധിക്കണം. ഇക്കയോട് ചോദിക്കണം, നിങ്ങൾ വുളു എടുത്തോ? മക്കളോട് ചോദിക്കണം, നിങ്ങൾ വുളു എടുത്തോ? മാതാപിതാക്കളോട് ചോദിക്കണം, ഉമ്മ പാപ്പ വുളു എടുത്തോ? കാരണം എന്താ? ആ വീട് ഉറങ്ങാത്ത, അണയാത്ത, വെളിച്ചമുള്ള, പ്രകാശമുള്ള ഒരു വീടായി കൊണ്ടു നടക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതൊരു പെണ്ണിന്റെ ബാധ്യതയാണ് എന്നാണ്, അതൊരു സഹോദരിയുടെ ബാധ്യതയാണ്. അപ്പൊ സഹോദരിയുടെ ബാധ്യതയാവുമ്പോ ഈ വിഷയങ്ങളൊക്കെ ചോദിച്ചറിയൽ സഹോദരിയുടെ കടമയാണ്. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ വിഷയം ഗൗരവത്തിൽ തന്നെ കാണാം. നമ്മുടെ വീട്, നമ്മുടെ ഭവനം അത് പ്രകാശമുള്ള ഒരു ഭവനമായി മാറണമെങ്കിൽ അൽഹംദുലില്ലാഹ് ആ വീട്ടിൽ നിന്ന് കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ വുളു എടുത്തിട്ടുറങ്ങുന്ന ആളുകൾ താമസിക്കുന്ന ഭവനമായി മാറണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ മാർഗം എന്താ? വീട് പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം പഠിച്ചു വെച്ചോളി. വീടിന്റെ വിളക്കാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഞാൻ വീടിന്റെ വിളക്കാ. അപ്പൊ വീടിന്റെ വിളക്കാവണമെങ്കിൽ വീട് പ്രകാശിപ്പിക്കാനുള്ള രണ്ടാമത്തെ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. രണ്ടാമത്തെ മാർഗം ഏതാണ്? സുബഹിയുടെ മുന്നാദ്യമായി ഉണരേണ്ടത് നിങ്ങളാണ്. സുബഹിക്കാണെങ്കിലും സുബഹിയുടെ മുന്നോടിയാണെങ്കിലും ആദ്യമായിട്ട് ഉണരേണ്ടത് നിങ്ങളാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, ഒരു കുടുംബത്തിൽ ഒരു ദിവസം തുടങ്ങുന്നത് പ്രിയപ്പെട്ട സഹോദരി, ആ കുടുംബത്തിലുള്ള ഉമ്മ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ഭാര്യ ആദ്യമായി എഴുന്നേറ്റുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ദിക്റ് ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹിൻ നുശൂർ. ആ ദിക്റ് ചൊല്ലി